എല്ലാ കൂട്ടുകാർക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് LP-UP ഷുവർ ഷോട്ട് ക്വസ്റ്റ്യനായ പഠന വൈകല്യത്തെക്കുറിച്ചാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തായാലും 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിവിധ പഠന വൈകല്യങ്ങൾ. വായനാ വൈകല്യം. എന്താ വായനാ വൈകല്യം? ഡിസ്ലെക്സിയ. വായനാ വൈകല്യം ഡിസ്ലെക്സിയ. അതായത് നമ്മുടെ ഒരു പാരഗ്രാഫ് കുട്ടിയോട് വായിക്കാൻ പറയുന്ന സമയത്ത് ഇല്ലാത്ത വാക്കുകൾ ചേർത്ത് വായിക്കുക, തപ്പിത്തടഞ്ഞ് വായിക്കുക, അക്ഷരങ്ങൾ മാറിപ്പോവുക, അല്ലേ, വാക്കുകളോ വരികളോ വിട്ടുപോവുക, അതൊക്കെ ഏത് ഡിസോർഡറിന് ഉദാഹരണമാണ്? ഡിസ്ലെക്സിയ അല്ലെങ്കിൽ വായനാ വൈകല്യം. രണ്ടാമത്തത് ലേഖനം അല്ലെങ്കിൽ എഴുതാനുള്ള വൈകല്യം, റൈറ്റിംഗ് ഡിസോർഡർ. എന്താണ് റൈറ്റിംഗ് ഡിസോർഡർ? റൈറ്റിംഗ് ഡിസോർഡർ ഡിസ്ഗ്രാഫിയ. ഓർത്തു വെക്കണം, വായനാ വൈകല്യം ഡിസ്ലെക്സിയ, മാറിപ്പോകാൻ പാടില്ല. വായനാ വൈകല്യം ഡിസ്ലെക്സിയ. എഴുതാനുള്ള വൈകല്യം ഡിസ്ഗ്രാഫിയ, അല്ലേ, ഡിസ്ഗ്രാഫിയ. എന്താ, എഴുതുന്ന സമയത്ത് വൃത്തിയും വെടിപ്പും ഇല്ലാതെ എഴുതുക, അതായത് അക്ഷരങ്ങൾ തിരിഞ്ഞു പോവുക, അതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? റൈറ്റിംഗ് ഡിസോർഡറിന് എക്സാമ്പിളാണ്. അപ്പം റൈറ്റിംഗ് ഡിസോർഡറാണ് ഡിസ്ഗ്രാഫിയ, വായനാ വൈകല്യമാണ് ഡിസ്ലെക്സിയ. ഇത് രണ്ടും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തത് നോക്കാം. ഗണിതത്തിൽ ബുദ്ധിമുട്ട്. അത് പേര് തന്നെയുണ്ട്, അല്ലേ, ഗണിതത്തിൽ ബുദ്ധിമുട്ട്. എന്താ ഗണിതത്തിൽ ബുദ്ധിമുട്ട്? ഡിസ്കാൽക്കുലിയ. പേര് തന്നെയുണ്ട്, ഡിസ്കാൽക്കുലിയ. അതുകൊണ്ട് നമുക്ക് എന്തായാലും മാറിപ്പോകില്ല. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കങ്ങൾ തിരിഞ്ഞു പോവുക. പിന്നെന്താ, ഗണിതപരമായ ചിഹ്നങ്ങൾ എത്ര പറഞ്ഞാലും കുട്ടിക്ക് മനസ്സിലാകാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ സമയം, അല്ലേ, അക്കങ്ങളായി ബന്ധപ്പെട്ടതല്ല. നമ്മുടെ ക്ലോക്കിലെ സമയം എത്ര പറഞ്ഞു കൊടുത്താലും കുട്ടിക്ക് അത് മനസ്സിലാകാതെ വരിക. അതൊക്കെ ഏത് ഡിസോർഡറാണ്? ഗണിതത്തിലുള്ള ബുദ്ധിമുട്ട്, അല്ലേ, അക്കങ്ങളായി ബന്ധപ്പെട്ടതെല്ലാം ഡിസ്കാൽക്കുലിയ. അടുത്തത് ശാരീരിക ചലന വൈകല്യം അല്ലെങ്കിൽ പേശി പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ. അതാണ് ഡിസ്പ്രാക്സിയ. അതായത് നമ്മുടെ പേശി പ്രവർത്തനം, അതായത് നമുക്കിപ്പോൾ ഒരു ഡെസ്കിൽ ഒരു പേന വെച്ച് കുട്ടിയോട് എടുക്കാൻ പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ കൈ ഉപയോഗിച്ചിട്ട് ആ കുട്ടിക്ക് അത് എടുക്കാൻ പറ്റാതിരിക്കുക. അതുപോലെ തന്നെ കുട്ടിയോട് ബട്ടൺസ്, അതല്ലേ, നമ്മുടെ ഷർട്ടിലെ ബട്ടൺസ് ഇടാൻ പറഞ്ഞാൽ കുട്ടിക്ക് പ്രോപ്പറായി ചെയ്യാൻ പറ്റാതിരിക്കുക. അതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ശാരീരിക ചലന വൈകല്യത്തിന് ഉദാഹരണമാണ്. ഡിസ്പ്രാക്സിയ, ശാരീരിക ചലന വൈകല്യം, ഡിസ്പ്രാക്സിയ. അടുത്തത് ഭാഷാഗ്രഹണ വൈകല്യം. ഭാഷാഗ്രഹണ വൈകല്യം എന്താ? അഫാസിയ. ഓർത്തു വെക്കണം, ചോദിച്ച ക്വസ്റ്റ്യനാണ് ഭാഷാഗ്രഹണ വൈകല്യം, അഫാസിയ. എന്താണ് അഫാസിയ? അതായത് നമ്മുടെ ഒരു പാരഗ്രാഫ് കൊടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം ഒരു കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടിക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി നമ്മളോട് ഇങ്ങോട്ട് തിരിച്ച് പറയാൻ പറ്റാതിരിക്കുക. അതൊക്കെ ഭാഷാഗ്രഹണ വൈകല്യം. അതാണ് പറയുന്നത് ഭാഷാഗ്രഹണ വൈകല്യം. അതിനെന്ത് പറയും? അഫാസിയ എന്ന് പറയും, അല്ലേ. നമ്മുടെ ഒരു കാര്യങ്ങൾ കുട്ടിക്ക് നമുക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് അതുപോലെ മനസ്സിലാക്കി കുട്ടിക്ക് നമ്മളോട് തിരിച്ച് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? അഫാസിയ. ദ ലാസ്റ്റ് വൺ ഭാഷണ വൈകല്യം അല്ലെങ്കിൽ സ്പീച്ച് ഡിസോർഡർ. അതിനെന്ത് പറയും? ഡിസാർത്രിയ. ഭാഷണ വൈകല്യം ഡിസാർത്രിയ, ഭാഷാഗ്രഹണ വൈകല്യം അഫാസിയ. മാറിപ്പോകാൻ പാടില്ല. ഭാഷാഗ്രഹണ വൈകല്യമാണ് ചോദിക്കുന്നതെങ്കിൽ അഫാസിയ. ഭാഷണ വൈകല്യം, അല്ലേ, പറയുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് ഡിസാർത്രിയ. അപ്പോൾ നമുക്ക് പേര് തന്നെ ഡിസാർത്രിയ. അപ്പോൾ നമുക്ക് പറയാൻ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാം. ഭാഷണ വൈകല്യം എന്താ? ഡിസാർത്രിയ. ഭാഷാഗ്രഹണ വൈകല്യം എന്നത് അഫാസിയ. മാറിപ്പോയില്ലല്ലോ. ഭാഷാഗ്രഹണ വൈകല്യം അഫാസിയ, ഭാഷണ വൈകല്യം ഡിസാർത്രിയ. ഒരിക്കൽ കൂടി നോക്കാം. വായന വൈകല്യം ഡിസ്ലെക്സിയ, എഴുതാനുള്ള വൈകല്യം ഡിസ്ഗ്രാഫിയ, ഗണിതത്തിലുള്ള ബുദ്ധിമുട്ട് ഡിസ്കാൽക്കുലിയ, ശാരീരിക ചലന വൈകല്യം ഡിസ്പ്രാക്സിയ, ഭാഷാഗ്രഹണ വൈകല്യം അഫാസിയ, ഭാഷാഗ്രഹണ വൈകല്യം അഫാസിയ, ഭാഷണ വൈകല്യം ഡിസാർത്രിയ. ഭാഷണ വൈകല്യം ഡിസാർത്രിയ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്